എടാ വേണക്കുട്ട എത്ര ദിവസം എടുക്കൂടാ ഈ ബുക്കും പേപ്പറും മാറ്റി കിട്ടാൻ? അയ്യോ അത്ര എടുക്കൂ? കിട്ടിയിട്ടുണ്ട് അളിയാ, നമുക്കൊന്ന് കറങ്ങാൻ. അടിച്ചു പൊളിക്ക. ആളിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ആ ഓക്കെ. ഇതോടെ എന്റെ മുഖത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ മുഖം ഒന്ന് പതിപ്പിച്ചതാ മനസ്സിലേക്ക്. ഇത്രയും കാലമായിട്ട് അപ്പൊ പതിഞ്ഞില്ലായിരുന്നു. നീ പതിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിവിടെ നിപ്പുണ്ട് ജീവനോട്. അല്ല അച്ഛൻ ജയിലിൽ പോയാ പിന്നെ കുറെ നാളത്തേക്ക് ഞങ്ങക്ക് കാണാൻ പറ്റില്ലല്ലോ. ജയിലിൽ പോയാലോ? ഇതോടെ അച്ഛൻ ഈ കാറ് വെച്ചിട്ട് ആരെയോ തട്ടാൻ പോയെന്ന് ഞാൻ അറിഞ്ഞു. തട്ടി കൊല്ലാൻ പോയതും ഞാൻ അറിഞ്ഞു. എന്തോന്നൊക്കെയാണ് ഇവൻ പറയുന്നത്? ഞാൻ ആരും തട്ടിക്കൊല്ലാനും തട്ടാനൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ ജയിലിൽ ഗോതമ്പുണ്ട് തന്നെയായിരിക്കോ തിന്നാൻ? അയ്യോ ചേച്ചി, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടെന്നും അല്ലല്ലോ, മെനു ഒക്കെ മൊത്തം മാറിയില്ലേ. ഇപ്പൊ ഡിഫറെന്റ് ഫുഡ്. അച്ഛൻ പോയി കഴിഞ്ഞാൽ നല്ല സുന്ദരനായിട്ട് ഇറങ്ങി വരാൻ വെളിയിലോട്ട്. പിന്നെ ഈ ജയിലില് ഇപ്പൊ ഭയങ്കര ശമ്പളമൊക്കെ കൂടിയെന്നാ കേട്ടത്. അച്ഛന് ഗോതമ്പുട്ടതിനകത്തിന്റെ എന്നാ രണ്ടും കൂടെ അങ്ങോട്ട് ജയിലിൽ ടൂറ് പോടി. പോയി അവിടുത്തെ ഉണ്ടേ പൊരിയൊക്കെ തിന്നിട്ട് വാ. അല്ല അച്ഛാ, അവിടെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുമോ? പോകല്ല നിന്റെ പതുക്കെ മതി. പോലീസുകാരൊക്കെ ആയിട്ട് കമ്പനി കേട്ടേ പതുക്കെ മതി. നീ കിളിക്കണ്ട. ഇവരുടെയൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞില്ലേ. നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ അച്ഛൻ ജയിലിൽ പോയിട്ട് നടക്കാൻ? എന്തായാലും അച്ഛൻ ആദ്യമായിട്ട് കിട്ടാൻ പോണ ഒരു ശമ്പളാണ്, അതും ജയിലിന്. നിന്റെ ജയിലിൽ ശമ്പളമല്ല, ഇടിയാടാ കിട്ടാൻ പോണേ. അച്ഛൻ ജയിലിൽ പോകുന്നില്ല, സന്തോഷിക്കുന്ന മക്കള്. അല്ല അച്ഛൻ ഞങ്ങക്ക് ശരിക്കും വിഷമമുണ്ട്. പിന്നെ ഇത്രയും നേരത്തെ സംസാരവും പെരുമാറ്റവും നിങ്ങളുടെ ആ ബഹുമാനവും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സങ്കടം ഉണ്ടെന്ന്. അല്ല അച്ഛ, അത് വിടും. ഇങ്ങോട്ടേക്ക് വന്ന് എന്താ തല്ലരുത്. ഇല്ല, നമ്മൾ അച്ഛനെ കാണാൻ വന്നാലേ അവിടെന്ന് ചേട്ടൻ പറഞ്ഞ പോലെ വെറൈറ്റി സാധനങ്ങളല്ലേ അവിടെ. എവിടെ പോയാലും ഞഞ്ഞ. അല്ല വേണ്ട. അതല്ല അച്ഛൻ, എനിക്ക് ഒരു ഡൗട്ട്. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഇപ്പൊ ഈ കാർ അടിച്ച കാറ് ഉടമസ്ഥ അച്ഛമ്മയാണല്ലോ. അപ്പൊ അച്ഛമ്മ വേണ്ട ജയിലിൽ പോകാൻ, പിന്നെ അച്ഛൻ എങ്ങനെ ജയിലിൽ പോകും? അല്ലേ, ബേസ്ഡ് ഓൺ അവർ ഇന്ത്യൻ ലോ അല്ലേ? ശരിയല്ലേ? അത് നമുക്ക് ഇന്ത്യൻ രീതിയിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അത് വേണുകൂട്ടൻ അതൊക്കെ കൈകാര്യം ചെയ്തോളൂ. ഓ, വേണമെങ്കിൽ അവിടെ ഒക്കെ പിടിയുണ്ടല്ലേ? വേണമെങ്കിൽ എല്ലായിടവും പിടിയുണ്ട്. എന്ത് വേണം ഇപ്പം? ഒരു ഡൗട്ടും കൂടെ. അതായത് അച്ഛനല്ലേ വണ്ടി ഇടിച്ചത്, പക്ഷെ അച്ഛമ്മയുടെ പേരിലാണ് വണ്ടി. അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് ജയിലിൽ പോവോ? ഞങ്ങളുടെ സൗകര്യം പോലെ ജയിലിൽ പൊക്കാളാം. അല്ലെങ്കിൽ മക്കൾക്ക് അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ ഇവിടെ കിട്ടും. ജയിലിൽ പോകണോ, ആരെ പോകണമെന്നും എങ്ങനെ പോകണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഭയങ്കര ദുഃഖത്തിലാണല്ലോ, എല്ലാവരുടെയും മുഖം കാണുമ്പോഴറിയാം. 4 കുരങ്ങള്.